പറയുന്ന പാവപ്പെട്ട പൊന്നുമോ എന്നോടൊപ്പം കടന്നു വന്ന് 10 ദിവസം ഒരുപോലെ ഉണ്ടായിരുന്നു. അന്ന് പാവപ്പെട്ടവൻ പാട്ട് പാടുമ്പോ ആ കൊച്ചുകുട്ടി അതാ ദഫടിക്കുമായിരുന്നു. അങ്ങനെ 10 ദിവസം കടന്നുപോയി. 10ാമത്തെ ദിവസം കടന്നു വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നാളെ എനിക്ക് എന്താ, നാളെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ അന്ന് കടന്നു വരും, എനിക്ക് സ്കൂളിൽ പാടാ സുന്ദരമാക്കപ്പെട്ടൊരു പാട്ട് വേണോ? ഞാൻ പറഞ്ഞു, മോനെ കടന്നു വന്നോ, കുഴപ്പമില്ല. അവിടന്ന് പാവപ്പെട്ട പൊന്നുമോ എന്നെ സുബഹിന്റെ സമയത്ത് വിളിച്ചു, ഉസ്താദേ 10 മണിയാകുമ്പോഴേക്കും ഞാൻ അവിടത്തേക്ക് എത്തുമെന്ന. സുബ്ഹാനല്ലാഹ് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ മാദാ തക്സിബു ഗദാ. ഖുർആൻ പറഞ്ഞതല്ല. ഷമീർ ഇങ്ങനെ ഈ വാളിന്റെ വലിപ്പത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുക എന്നുള്ള നമ്മുടെ ലക്ഷ്യമല്ല. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഈ ഇരിക്കുന്നവർക്കൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് കോമഡി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ സമയം ഒന്നും കളയുന്നില്ല. അതുകൊണ്ട് പറയട്ടെ. അതുകൊണ്ട് ആ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന സമയത്തെത്തും. ഞാൻ പാട്ടൊക്കെ എഴുതി വെച്ചു, കാതോർത്ത് കൊണ്ട് കാത്തിരുന്നു. അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, എന്ന് പറയുന്ന ഒരു കുട്ടി യതീംഖാനയിൽ പഠിക്കുന്ന പൊന്നുമോ വാഹന അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സ് നൊമ്പരപ്പെട്ടു പോയി, മനസ്സ് വേദനപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, ഈ പൊന്നുമോന്റെ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് ശരീരമാസകലം വെന്തുപോയി. പൊന്നുമോന്റെ ജനാസ ഒരു നോക്കൊന്ന് കാണാ. കൊല്ലം മെഡിക്കൽ കോളേജിലേക്ക് ഈ വിനീതൻ കടന്നു പോകുമ്പോ അതാ മോർച്ചറിയുടെ മുൻഭാഗത്തൊരു ഷർട്ട് വിരിച്ചിട്ടിരിക്കുകയാണ്, ചോരയിൽ കുളിച്ചു കൊടുക്കുന്ന ഷർട്ടാട്. സുബ്ഹാനല്ലാഹ്, അത് കാണുമ്പോഴേക്ക് മനസ്സ് പൊട്ടിപ്പോയി. നാളെ കടന്നു വരാമെന്ന് പറഞ്ഞ ശിബിലാദെന്ന് പറയുന്ന പൊന്നുമോ ഇന്നെവിടത്തേക്കാ പിരിഞ്ഞു പോയത്? അല്ലാഹുവിന്റെ 6 അടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളിലാണ്. മനുഷ്യ മറന്നു പോയില്ലേ? ഇഖ്തറബലിൽ നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ. മനുഷ്യൻ അവന്റെ വിചാരണ മറന്നുപോയി. 6 അടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളില് പടച്ച തമ്പുരാന്റെ ചോദ്യമൊന്നും അവൻ മറന്നുപോയി. അതുകൊണ്ട് വേണ്ട ശിബിലാദെന്ന് പറയുന്ന പൊന്നുമോന്റെ ജനാസ അവിടന്ന് കബറടക്കാൻ ഒരുമിച്ച് പോയി. ഒരുമിച്ച് കൂടിയിട്ടുള്ള സമയത്ത് അവിടുത്തെ പൊന്നുമോന്റെ മുഖത്തുനിന്ന് ആ തുണിയങ്ങ് മാറ്റിയപ്പോ കണ്ണില്ല, കണ്ണിളകി മാറിയിരിക്കുകയാണ്. തലച്ചോറ് തലച്ചുപോ. എന്റെ പ്രിയപ്പെട്ടവര് നമ്പരപ്പെട്ടു പോകില്ലേ? നൊന്ത് പ്രസവിച്ച ഒരു മാതാവിന് സഹിക്കാൻ പറ്റുമോ? ശിബിലാദെന്ന് പറയുന്ന 12 വയസ്സുള്ള പൊന്നുമോ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എങ്കിലോ നാളത്തേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കല്ല പെണ്ണേ. നാളെ കൂടെ സീരിയൽ കണ്ടിട്ട്, നാളെ കൂടെ ഒരു മരുമകളുടെ കഥ കണ്ടിട്ട് അവസാനിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇസ്രായേൽ വന്നാലും പോകാനുള്ള ഒരുക്കത്തോടു കൂടി ആയിരിക്കണം ഇരിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടന്ന് വാല് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി മക്കളോടൊപ്പം ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്നറിയില്ല. ഇന്നിവിടന്ന് വാല് കഴിഞ്ഞിട്ട് ഷമീർ ദാരിമിക്ക് ആ കുന്നംകുളത്തേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എന്റേതായിട്ടുള്ള കടിഞ്ഞാനിരിക്കുന്നത് എവിടെയാ? പടച്ച തമ്പുരാന്റെ കയ്യിലാണ്. അതുകൊണ്ട് എപ്പോഴസ്രായേൽ വന്നിരുന്നാലും നല്ല രീതിയിൽ കടന്നു പോകണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എത്രയോ കൊച്ചുമക്കള് വിട പറഞ്ഞു പോയി, എത്രയോ പ്രിയപ്പെട്ട വല്യപ്പമാര് വിട പറഞ്ഞു പോയി. അതാ നിന്യതാ നീ ഒരു വീട്ടിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, ഇന്ന് ഷമീർ ദാരിമിയുടെ ജനാസ കാണാൻ കടന്നു പോയപ്പോ ഷമീർ ദാരിമിയുടെ ഉമ്മ നിന്നുകൊണ്ട് കരയുകയാണ്, ഉപ്പ നിന്നുകൊണ്ട് കരയുകയാണ്, സഹോദരങ്ങൾ നിന്നുകൊണ്ട് കരയുകയാണ്. നാളെ ഇതുപോലെ ഞാനും മരണപ്പെട്ട് കിടക്കുമ്പോ എന്റെ മക്കൾ വന്നുകൊണ്ട് കരയുമല്ല റബ്ബേ, എന്റെ ഭാര്യ വന്നുകൊണ്ട് കരയുമല്ല റബ്ബേ, എന്റെ സഹോദരങ്ങൾ വന്നുകൊണ്ട് കരയുമല്ല റബ്ബേ എന്ന് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ? ചിന്തിക്കില്ല. ഏതൊരു മനുഷ്യന്റെ ജനാസ കാണാൻ പോയാലും
നമുക്ക് ഈ ഒരു ഓർമ്മയില്ല. നമ്മൾ ഇങ്ങനെ നടക്കുക, നമ്മുടെ കാര്യം അവിടെ എന്തൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും ചർച്ച ചെയ്തുകൊണ്ട് ചർവണം നടത്തി ഇതിന്റെ പിന്നാലെ കടന്നു പോവുകയാണ്. രക്ഷയില്ല, മരണം വരും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. മരിക്കുന്ന നാളിൽ നീ ഓർത്തിരുന്നാലും പൊന്നാരേ, മരണത്തിൻ വാതിലിൽ വന്നിരുന്നാലും പൂമോളെ, കരയാതിരിക്കാനും കഴിയുകില്ലായി നാളിലേ, മനസ്സിന്റെ വേദന മാറുകില്ലായി പാരിലേ, പൊട്ടിക്കരഞ്ഞതാ വേദന തിങ്ങോ പൂവതാ, മനസ്സിന്റെ നൊമ്പര ചാണിലായി പിടഞ്ഞതാ. സുബ്ഹാനല്ലാഹ്, അസ്രായീലും കൂട്ടുകാരും കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട്